സാധാരണ പാവപ്പെട്ട ആളുകൾ മരുന്ന് വാങ്ങിക്കുമ്പോഴും അരി വാങ്ങിക്കുമ്പോഴും തുണി വാങ്ങിക്കുമ്പോഴും കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഈ രാജ്യം നേരിടുന്ന ആരും അഡ്രസ് ചെയ്യാൻ തയ്യാറാകാത്ത, ഭരണപക്ഷവും പ്രതിപക്ഷവും അഡ്രസ് ചെയ്യാൻ തയ്യാറാവാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പണം ഒഴിവായി പോകുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും പിടികിട്ടാത്ത, ഇത് ആളുകളെ കബളിപ്പിക്കുന്നതാണോ, അദ്ദേഹം സ്വയം വിഡ്ഢിയാവുന്നതാണോ, ആളുകളെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കേരളീയരാണ്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രൊഫസർ ജോസ് ടി പാമ്പയ്ക്കൻ. കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 7 വർഷമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, LDF മുന്നണിയാണ്. ഇന്ന് ബഡ്ജറ്റ് പ്രസംഗം, ബാലഗോപാൽ തുടങ്ങിയ വാക്കുകൾ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ തന്നെ പരിഹസിക്കുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വർഷമാകും വരാൻ പോകുന്നത്. ഇതാണ് ബാലഗോപാലിൻ്റെ വാക്കുകൾ. അതിജീവനവും വീണ്ടെടുപ്പും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഭരിച്ചിരുന്ന 7 വർഷവും നമ്മൾ പടുകുഴിയിലായിരുന്നുവെന്നും അതിൽ നിന്ന് അതിജീവനത്തിലേക്കും വീണ്ടെടുപ്പിലേക്കും കടക്കാൻ പോകുന്നുവെന്നും പറഞ്ഞാണ് ബാലഗോപാൽ തുടങ്ങിയിരിക്കുന്നത്. എത്ര വൈരുദ്ധ്യമാണ് ആ പ്രസംഗത്തിൻ്റെ തുടക്കം തന്നെ. പിന്നീട് ബജറ്റ് പ്രസംഗത്തിലേക്ക് കടന്ന ബാലഗോപാൽ ആദ്യ 20 പേജുകൾ കുത്തി നിറച്ചിരിക്കുന്നത് കേന്ദ്ര വിരുദ്ധമായ വാക്കുകൾ കൊണ്ടാണ്. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നില്ല, ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ വീർപ്പ് മുട്ടിക്കുന്നു, കണക്കുകൾ പക്ഷേ തികച്ചും ബാലിശമാണ്, റവന്യൂ കമ്മി ഗ്രാൻറ്റ്, GST നഷ്ടപരിഹാരം തുടങ്ങി നമ്മളിവിടെ ഒരുപാട് ചർച്ച ചെയ്ത് പഴകി തുരുമ്പിച്ച അതേ പ്രയോഗങ്ങൾ തന്നെ ഈ ബജറ്റിലും എടുത്തിട്ട് അമ്മാനമാടുകയാണ് ബാലഗോപാൽ. കേരളത്തിന് പണമില്ല എന്ന് സമർത്ഥിക്കുന്നത് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്ന് വരുത്തിക്കൊണ്ടാണ്. അതും ഒരു വൈരുദ്ധ്യമായി തോന്നുന്നു. ഈ ബജറ്റിൻ്റെ തുടക്കം മുതൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് പോരായ്മകളും പാളിച്ചകളുമാണ്. എന്താണ് അങ്ങയുടെ ഒരു വികാരം ബജറ്റിനെ കുറിച്ച്? ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇത് സംസ്ഥാന ബഡ്ജറ്റിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നിർജ്ജീവമായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇതിനു മുമ്പ് കാണാനില്ല. MLA-മാരൊക്കെ ഈ 1 മണിക്കൂറോളം നീണ്ട ഈ പ്രസംഗം എങ്ങനെ അവിടെ ഇരുന്ന് കണ്ടു എന്നുള്ളത് നമുക്ക് അതിശയം ജനിപ്പിക്കും. ഭരണകക്ഷി ബെഞ്ചുകളിൽ തന്നെ ഒരു മരണ വീട്ടിലെ സാഹചര്യമായിരുന്നു, നിലപാടായിരുന്നു അവിടെ കണ്ടത്. ബഡ്ജറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ഇത്രയും ആവർത്തന വിരസത കൊണ്ട് നമ്മളെ ആരെയും ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരവതരണമായിരുന്നു. പക്ഷേ ബഡ്ജറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാർക്സിസ്റ്റ് പാർട്ടിയോ തുറന്ന് പറയുവാൻ തയ്യാറാവാത്ത ഒരു കാര്യം വളരെ വ്യക്തമായി പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു എന്നുള്ളതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. ഒന്ന്, സ്വകാര്യവൽക്കരണത്തെ ചുവപ്പ് പരവതാനിയിട്ട് പരസ്യമായി വരവേൽക്കുവാൻ ഈ ഗവൺമെൻറ് തയ്യാറാണ് എന്ന വ്യക്തമായ സന്ദേശം ഈ ബഡ്ജറ്റിലൂടെ കൊടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാകണമെന്ന് ആദ്യമായിട്ട് തുറന്നൊരു ബഡ്ജറ്റിലൂടെ പറയുന്നത് ഈ സന്ദർഭത്തിലാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്കും എന്ന് ഈ ബഡ്ജറ്റിലൂടെ തുറന്നു പറയുവാൻ തയ്യാറായി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ രക്ഷ സ്വകാര്യ മേഖലയിലൂടെയാണ് എന്ന് ആവർത്തിച്ച് ഈ ബഡ്ജറ്റിലൂടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു. ഞാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ആ സത്യസന്ധതയെയും ആർജവത്വത്തെയും ആദ്യമേ അഭിനന്ദിക്കുകയാണ്. അങ്ങ് വിദേശ സർവകലാശാലകളുടെ കാര്യം പറയുന്നു. സ്വകാര്യവൽക്കരണം എല്ലാ തുറകളിലേക്കും തുറന്നിട്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന് വ്യവസായ പാർക്കുകൾ മാത്രമല്ല, PPP മോഡലിൽ ഒട്ടനവധി പ്രോജക്റ്റുകളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ബജറ്റിൽ സംസ്ഥാന സർക്കാരിന് നീക്കി വയ്ക്കാൻ നയാ പൈസയില്ല. അപ്പോൾ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുകയല്ലേ മാർഗമുള്ളൂ. അതുകൊണ്ട് അത്രയേറെ ഒരു ഉദാര മനസ്സോടെയാണോ അവർ സ്വകാര്യ മേഖലയെ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ
പട്ടികയിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, ഈ ബജറ്റിൻ്റെ ഓരോ പാരഗ്രാഫിലൂടെയും കടന്നു പോകുമ്പോൾ R&D എന്നൊരു പ്രയോഗം ബാലഗോപാൽ നടത്തിയിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈ ബജറ്റിൻ്റെ ഒരു ഭാഗമാക്കി എന്ന്. പക്ഷേ എന്തെല്ലാം തട്ടിപ്പുകൾ ബജറ്റിൻ്റെ 5ാം ഖണ്ഡികയിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. വിലക്കയറ്റം തടയാനായി 2000 കോടി രൂപ മാറ്റിവെക്കുന്നു. സപ്ലൈകോയ്ക്ക് കുടിശ്ശിക കിടക്കുക 3000 കോടി രൂപ. മുൻകാലങ്ങളിലെ കെടുകാര്യസ്ഥത മൂലം സപ്ലൈകോയ്ക്ക് വരുത്തിയ 3000 കോടി രൂപ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ് 2000 കോടി മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, വിലക്കയറ്റം തടയാനായി 2000 കോടി രൂപ മാറ്റിവെച്ചു. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഈ ബജറ്റിൻ നമ്മൾ ആദ്യാവസാനം കാണുന്നത്. അപ്പോൾ സ്വകാര്യ മേഖലയെ പുൽകുക മാത്രമല്ല, ഈ ബജറ്റ് ഒരു തട്ടിപ്പാണെന്ന് പറയേണ്ടി വരും. ഇത് ബഡ്ജറ്റിൻ്റെ ഒരു അടിസ്ഥാനപരമായി കാണുന്ന ഒരു കാര്യം, സ്വകാര്യ മേഖലയെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ മേഖലയെ ക്ഷണിച്ചു വരുത്തുകയും സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നത് ഒരു ഭാഗം. രണ്ടാമത് ഒരു അത് സിൽവർ ലൈൻ മുതൽ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കുടുംബശ്രീയിലെ സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ സഹായത്തോടുകൂടി വ്യവസായങ്ങൾ പോകുന്നത് മുതൽ 1,00,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതി ചെലവ് വരുന്ന സിൽവർ ലൈൻ മുതൽ 1 കോടി 10,000 20,000 പോലും ചെലവ് വരുന്ന കുടുംബശ്രീ വരെയുള്ള മേഖലകളിലെല്ലാം സ്വകാര്യവൽക്കരണമാണ് ഈ ബഡ്ജറ്റിലൂടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും പിടികിട്ടാത്ത, ഇത് ആളുകളെ കബളിപ്പിക്കുന്നതാണോ, അദ്ദേഹം സ്വയം വിഡ്ഢിയാവുന്നതാണോ, ആളുകളെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കേരളീയരാണ്. നമ്മൾ കഴിഞ്ഞ 1ാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ ഇന്ന് വരെയും സ്വകാര്യ മേഖലയോടും വ്യവസായവൽക്കരണത്തോടും സാമ്പത്തിക പുരോഗതിയോടുമൊക്കെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ് എന്ന് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇന്നത്തെ ബഡ്ജറ്റിലൂടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കണക്കപ്പിള്ളയാണ് ഈ ബാലഗോപാൽ നേരത്തെ പറഞ്ഞിരുന്നത് 57,400 കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്നാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉന്നതരായ പലരും അത് ഏറ്റെടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ ഇന്ന് ബജറ്റിൽ അത്തരം കണക്കുകളൊന്നുമില്ല. അതിനു പകരം ബാലഗോപാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 10,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് കേരളത്തിൻ്റെ വരുമാനത്തിൽ വർഷം തോറും കേന്ദ്രം വരുത്തുന്നത്. വളരെ വേഗമായി പറഞ്ഞു പോയിരിക്കുകയാണ്. കൃത്യമായി എത്ര രൂപ കേന്ദ്രം തരാനുണ്ട് എന്ന കണക്കില്ല. പകരം കേന്ദ്രത്തെ മുഖമടച്ച് കുറ്റപ്പെടുത്തുന്നു. 10,000 രൂപയുടെ വെട്ടിക്കുറവാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കേരളത്തിൻ്റെ കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പ്രത്യേക നയം അങ്ങനെ രൂപീകരിക്കാൻ കഴിയുമോ? ഇത് എനിക്ക് തോന്നുന്നത് പാർട്ടി അണികളെ ഇത് ആക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ടായിരിക്കും. പക്ഷേ ധനകാര്യ കമ്മീഷൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ധനം പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ ഏർപ്പെടുത്തിയിട്ടുള്ള ഫൈനാൻസ് കമ്മീഷനുണ്ട്. ആ ഫൈനാൻസ് കമ്മീഷൻ 5 വർഷത്തിനുള്ളിൽ നൽകുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ ധനം പങ്കുവയ്ക്കുന്ന കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ. ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തിന് ഒരു അളവ് പോലും, കേന്ദ്രം ഭരിക്കുന്ന സംസ്ഥാനത്തിന് മറ്റൊരളവ് പോലുമില്ല. UPക്കും ഗുജറാത്തിനും തമിഴ്നാടിനും കൊടുക്കുന്ന അതേ അളവുകളനുസരിച്ചാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സാമ്പത്തിക പങ്കുവയ്ക്കൽ നൽകുന്നത്. എത്ര കാലം ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയേറെ സംശയമുണ്ട്. താൽക്കാലികമായിട്ട് പാർട്ടി അണികളെയൊക്കെ കുറച്ചൊക്കെ സംതൃപ്തരാക്കുവാൻ കഴിയുമായിരിക്കും. അല്ലാതെ ആരെയാണ് ഇത് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്ദേഹമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഞാൻ ബഡ്ജറ്റിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, കഴിഞ്ഞ 3 വർഷം കൊണ്ട് KSRTCയുടെ വലിയൊരു അവകാശവാദം ധനകാര്യ വകുപ്പ് മന്ത്രി ഉന്നയിച്ചത്, ഏറ്റവും വലിയൊരു തുകയുടെ ഒരു അവകാശവാദം ഉന്നയിച്ചത് 3,100 കോടി രൂപ KSRTCയെ സഹായിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് കൊടുത്തു എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുകയും അത് ഭരണകക്ഷി അംഗങ്ങൾ ഡെസ്കിലടിച്ചതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കെടുകാര്യസ്ഥതയ്ക്ക് കൊടുത്ത ഒരു പണമാണത്. ഈ 3,100 കോടി രൂപ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ് കൊടുത്തു. ഈ ഗവൺമെൻറ് 8 വർഷത്തിനും അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 6,000-7,000 കോടി രൂപ KSRTC എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥാപനത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ടും അവിടുത്തെ ജോലിക്കാർക്ക് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ കെടുകാര്യസ്ഥതയെയാണോ ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നത്? കെടുകാര്യസ്ഥതയുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് ദൂർത്തടിച്ചതിന് ശേഷം
കേന്ദ്രത്തെ മാറി നിന്ന് പഴി പറഞ്ഞ് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാമെന്നുള്ള ഈ ഒരു അടവ് തന്ത്രം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാവുമെന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ബാലഗോപാൽ തുറന്നു പറയുന്നുണ്ട് എന്താണ് നമ്മുടെ കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമെന്ന്. 2020-21 ശമ്പളവും പെൻഷനും നൽകാനായി 46,754 കോടി രൂപയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ 2021-22 അത് 71,393 കോടിയായി ഉയർന്നു. ഇതിലൂടെ മാത്രം 24,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഓരോ വർഷവും ധനകാര്യ വകുപ്പിന് ഏറ്റെടുക്കേണ്ടി വന്നത്. 2020-21 ആ ശമ്പള വർധനവ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പിണറായി വിജയൻ സർക്കാർ നടത്തിയ ഒരു ഗിമിക്സ് ആയിരുന്നു. സർക്കാർ ജീവനക്കാരുടെ പിന്തുണ കിട്ടാനും വോട്ടുറപ്പിക്കാനും വേണ്ടിയുള്ള തിടുക്കം പിടിച്ച് പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു ശമ്പള വർധനവ് വേണ്ട എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്ന അതേ കാലഘട്ടത്തിൽ അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചത്. ഇപ്പോഴത് ബാലഗോപാൽ തുറന്നു പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ തന്നെയാണ് ബാലഗോപാൽ തള്ളി പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ പെൻഷനെ സംബന്ധിച്ചിടത്തോളം അധികം എനിക്ക് അറിഞ്ഞുകൂടെ അടുത്ത ദിവസങ്ങളിൽ ചർച്ചകൾ ശ്രദ്ധിക്കപ്പെടുമെന്ന് തോന്നുന്നു. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ, ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ പെൻഷൻ ബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കുന്ന വളരെ സുചിന്തിതമായ വളരെ സ്വാഗതാർഹമായ ഒരു നടപടിയായിരുന്നു. പക്ഷേ ഇന്ന് നൽകിയിരിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ എങ്ങനെ പുനഃപരിശോധിക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. അത് ഡീറ്റെയിൽസ് പിന്നീട് വരുമെന്ന്. പക്ഷേ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുക എന്ന് പറയുന്നത് നാളെ ജനിക്കാൻ നാളത്തെ തലമുറയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഇത് ഇപ്പോൾ 40-45 വയസ്സ് വരെയും കേരള ഗവൺമെൻറ് സർവീസിൽ കയറാനുള്ള പ്രായപരിധിയായിട്ട് 40-ാമത്തെ വയസ്സിൽ 45-ാമത്തെ വയസ്സിൽ കേരളത്തിലെ ഗവൺമെൻറ് സർവീസിൽ കയറുന്നത് എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് നാടിന് നല്ല ബോധ്യമുണ്ട്. തിരികെ കയറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. അങ്ങനെ തിരികെ കയറ്റിപ്പെടുന്ന ആളുകൾ അത് കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലെ മറ്റ് സ്ഥാപനങ്ങളിൽ, സ്വകാര്യ എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ലേലം ചെയ്ത് പൈസ വാങ്ങിച്ച് കയറ്റുന്നവർ, ഭരിക്കുന്നവരുടെയും ഭരണകക്ഷിയുടെ നേതൃത്വത്തിലുള്ളവരുടെ ഭാര്യമാര്, മക്കള്, ബന്ധുക്കൾ, ഇങ്ങനെ കയറി വിടുന്ന ആളുകളുടെ മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഇപ്പോൾ ഖജനാവിൽ നിന്നാണ്. അവരുടെ നേരത്തെ ഉണ്ടായിരുന്നവരുടെ പെൻഷനും കൊടുക്കുന്നത് ഖജനാവിൽ നിന്നാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള 2 വർഷത്തിൽ കൂടുതൽ സേവനം ചെയ്തിട്ടുള്ള യാതൊരു യോഗ്യതയുടെയും അടിസ്ഥാനമില്ലാതെ നിൽക്കുന്നവരുടെ ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നത്. ഈ പെൻഷൻ ബാധ്യത നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അപ്പോൾ ഈ പുനഃപരിശോധിക്കുമെന്ന് പറയുന്നത് നമ്മൾ വളരെ ആശങ്കയോടുകൂടി കാണേണ്ടതാണ്. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ റീഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. എവിടെ ഈ വികസനത്തിൻ്റെ വലിയ പദ്ധതികളൊക്കെ പറഞ്ഞു, ഈ പെൻഷൻ കൊടുത്തതിന് ശേഷം ഭീമമായ കടബാധ്യതയ്ക്ക് പലിശ കൊടുത്തതിന് ശേഷം എവിടെയാണ് ഈ വികസനത്തിന് വേണ്ട പണം വരുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള അടിസ്ഥാന ചോദ്യം. ഈ ബജറ്റ് തയ്യാറാക്കിയത് പോലും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. യൂണിയന്റെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും സർക്കാരും പാർട്ടികളുമൊക്കെ. അതിൽ നിന്ന് യൂണിയൻ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സമ്മർദ്ദത്തിൽ നിന്ന് ഒരു അതിജീവനത്തിലൂടെ മറ്റൊരു ബജറ്റ് അവതരിപ്പിക്കുക ഒരു ധനകാര്യ മന്ത്രിക്ക് അത്ര എളുപ്പമല്ല കേരളത്തിൽ. ഇതൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ കഥയാണിത്. ഈ സർക്കാർ ജീവനക്കാർ മഹാഭൂരിപക്ഷവും ഭരണകക്ഷിയോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. ഭരണകക്ഷി അവർ ഓരോ മാസം അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, മറ്റാനുകൂല്യങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ ഒരു ഭാഗം ലെവിയായിട്ട് പാർട്ടിയിലേക്ക് വരുന്നു. ഇത് കൊടുക്കുന്നു, വാങ്ങുന്നു. ഈ ഒരു വിഷ്യസ് സർക്കിളാണ് ഈ രാജ്യത്ത് ഇപ്പോഴുള്ളത്. അതൊരു 10-15% വരുന്ന സർക്കാർ ജീവനക്കാരോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, പാർട്ടി നേതാക്കൾ, ഭരണകക്ഷിയുമായിട്ട് ബന്ധമുള്ള ആളുകൾ, പിന്നെ കൺസൾട്ടൻസി കൊടുക്കുന്നവർ, പിന്നെ പരസ്യം കിട്ടുന്നവർ, ഇങ്ങനെ ഈ നാട്ടിലെ ഒരു 10-15% വരുന്ന ആളുകൾ 80% വരുന്ന ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ ബഡ്ജറ്റ്. ആ ഒരു പാത വീണ്ടും പിന്തുടരുന്നതായിട്ടാണ്, കൂടുതൽ ശക്തമായിട്ട് പിന്തുടരുന്നതാണ്, കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ബജറ്റിൽ ആദ്യ ഭാഗങ്ങളിൽ എടുത്തു പറയുന്നത് കേരളത്തെ ഇനിയൊരു വിജ്ഞാന സമൂഹമാക്കി മാറ്റും. കൂടുതൽ വിജ്ഞാന കേന്ദ്രങ്ങൾ, ഫോറിൻ സർവകലാശാലകൾ, ലൈഫ് സയൻസ് പാർക്കുകൾ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ, ഡിജിറ്റൽ പാർക്കുകൾ, അത്തരത്തിൽ ഒരു വിജ്ഞാന സമൂഹം
കൂടുതൽ വരുമാനം ആർജിക്കാൻ വേണ്ടി. ഇത് എത്രമാത്രം യാഥാർത്ഥ്യബോധമുള്ളതാണ്? ഇതൊരു യൂട്ടോപ്യൻ ആശയമാണോ? ഇത് ആളുകളെ പരിഹസിക്കാൻ പറഞ്ഞാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ വിജ്ഞാന കേന്ദ്രങ്ങളായി സാങ്കേതിക വിദ്യാഭ്യാസം കൊണ്ട് പുരോഗതി പ്രാപിക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾ എത്ര എണ്ണം പൂട്ടി മറ്റ് സ്ഥാപനങ്ങളായി മാറി വെറുതെ പ്രേതാലയങ്ങൾ പോലെ പലതും കിടക്കുന്നു, വേറെ ഒന്നിനും ചെയ്യാൻ കഴിയാതെ പ്രേതാലയങ്ങൾ പോലെ കിടക്കുന്നു. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പ്രത്യേകിച്ചും സയൻസ് സബ്ജക്റ്റുകളിൽ BSc ബോട്ടണി, BSc സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് മുതലായ കോഴ്സുകളിൽ കേരളത്തിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും ഇന്ന് ഒഴിവായി കിടക്കുകയാണ്. അതാണ് സംഭവിച്ചത്. അപ്പം കേരളത്തിൽ അവിടെ ചില കോളേജുകളിൽ ചില സബ്ജക്ട്സിൽ 3 കുട്ടികളും 5 അധ്യാപകരും 8 അധ്യാപകരുമാണ് ഒരു സബ്ജക്റ്റിലുള്ളത്. അപ്പം കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ചില സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അധ്യാപകരുടെ എണ്ണം. ഇവരെ നിയമിക്കുന്നത് 50 ലക്ഷം, 60 ലക്ഷം, 70 ലക്ഷം രൂപ ലേലം ചെയ്ത് വാങ്ങിച്ചിട്ടാണ് സ്വകാര്യ കോളേജ് മാനേജ്മെൻറ്റുകൾ ഇവരെ നിയമിക്കുന്നത്. നമുക്കറിയാം. അങ്ങനെ നിയമിക്കുന്ന ആളുകൾക്ക് ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും ഗ്രാറ്റുവിറ്റിയും എല്ലാം കൊടുക്കുന്നത് കേരളത്തിലെ സാധാരണയല്ല പാവപ്പെട്ട ആളുകൾ മരുന്ന് വാങ്ങിക്കുമ്പോഴും അരി വാങ്ങിക്കുമ്പോഴും തുണി വാങ്ങിക്കുമ്പോഴും കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഈ രാജ്യം നേരിടുന്ന ആരും അഡ്രസ് ചെയ്യാൻ തയ്യാറാത്ത, ഭരണപക്ഷവും പ്രതിപക്ഷവും അഡ്രസ് ചെയ്യാൻ തയ്യാറാവാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പണം ഒഴിവായി പോകുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ഉള്ള ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളമാണ്. അതിൽ നിന്ന് എത്ര ശതമാനം അതിൻ്റെ ഒരു 20% പോലും യൂട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നുള്ളത്. ഒരു വർഷം ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് 50,000 രൂപയാണ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു ഇന്ന് ബാലഗോപാൽ. 50,000 രൂപ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരു വർഷം. അത് സ്കൂൾ വിദ്യാർത്ഥിക്ക് വേണ്ടി എന്ന് പറയുന്നത് ഒരു ഭംഗി വാക്കാണ്. സ്കൂൾ വിദ്യാർത്ഥിക്കല്ല. സ്കൂളിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഉള്ള സ്കൂളുകളിൽ പോലും, സർക്കാർ സ്കൂളുകളിൽ പോലും പല സ്കൂളുകളിലും വളരെ നല്ല നിലയിൽ നടക്കുന്ന കോട്ടൺ ഹിൽ സ്കൂളുണ്ട്, മോഡൽ സ്കൂളുണ്ട്, അതുപോലെ തന്നെ പട്ടത്തെ ഗവൺമെൻറ് സ്കൂളുണ്ട്, വളരെ നല്ല നിലയിൽ എടുക്കുന്ന വളരെ SME സ്കൂളുണ്ട്, വളരെ നല്ല സ്കൂളുകളുണ്ട്. പക്ഷേ അവയെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്. പക്ഷേ അതേ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ 2 കുട്ടികളും 3 കുട്ടികളും ഒരേ ക്ലാസ്സിലുള്ള ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അവിടെ അധ്യാപകരെ കണ്ടെത്താൻ എയ്ഡഡ് സ്കൂളുകളുമുണ്ട്. അവിടെ നിയമനം ലേലം ചെയ്താണ് നടക്കുന്നത്. ലേലം ചെയ്ത് അതിനുവേണ്ടി തന്നെയാണ് ചില സ്ഥലങ്ങളിൽ കുട്ടികളെ കണ്ടെത്തി റെക്കോർഡിൽ മാത്രമേ കുട്ടികളുള്ളൂ. അത് AEOയും ഈ അധ്യാപകർ മൂത്തവരാണല്ലോ AEOയും DOയും ഒക്കെ ആയിട്ട് ഇൻസ്പെക്ഷന് വരുന്നവർ. ഇതെല്ലാം ഒരു ധാരണയാണ്. എവിടുന്നെങ്കിലും ഇൻസ്പെക്ഷന് വരുന്ന ദിവസം AEO വരുന്ന ദിവസം DO വരുന്ന ദിവസം 10 കുട്ടികളെ കൊണ്ടുവന്നിരുത്തുന്നു, ഈ എണ്ണം കാണിക്കുന്നു, തലയെണ്ണുന്നു, ഈ അധ്യാപകൻ്റെ പോസ്റ്റ് ഇവിടെ സംരക്ഷിക്കുന്നു, ഇവന് ശമ്പളം കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു പങ്ക് കൃത്യമായിട്ട് പാർട്ടി ഫണ്ടിലേക്കും ഒക്കെ പോവുകയും ചെയ്യുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പച്ചയ്ക്ക് തുറന്ന് പറയുവാൻ പ്രതിപക്ഷത്തിന് പോലും അത് കഴിയുന്നില്ല എന്നുള്ള നിർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിലെ ഈ നിയമനങ്ങളിലുമൊക്കെ ഒരു 10% ഒരു ചെറിയ പങ്ക് നക്കാപ്പിച്ച എതിർക്കാതിരിക്കുന്നവർക്കും കൊടുക്കുമല്ലോ. ആ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു ഇടപാടുകൂടി ഉണ്ടല്ലോ. ബാലഗോപാലിൻ്റെ നെറ്റിയെ പൊഴിച്ച മറ്റ് ഒരു കണക്ക് കൂടിയുണ്ട്. കാരണം ഇതൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് റിസർച്ച് കണക്കുകൾ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ ഇനി അത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. ബാലഗോപാൽ പറയുന്നത് കേരളത്തിലേക്ക് ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത് 1,28,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് വെറും 74,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ വിശദീകരണം പൂർണ്ണമായി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ 78,000 കോടി രൂപയിൽ ഒരു മുഖ്യ ഭാഗമെന്ന് പറയുന്നത് IT സേവനങ്ങളാണ്. അത് കേരളത്തിൽ കാലാകാലങ്ങളായി വേരുറപ്പിച്ച് വന്നതാണ്. ബാക്കി ഉൽപ്പന്നങ്ങൾ കേരളത്തിൻ്റേതായി കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ബാലഗോപാൽ പറയുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോലെ മെയ്ക്ക് ഇൻ കേരള പദ്ധതി അങ്ങ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഏകദേശം 100 കോടി രൂപയൊക്കെ മാറ്റിവെക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മെയ്ക്ക് ഇൻ കേരള പദ്ധതി വിജയിക്കുകയും കേരളം കയറ്റുമതിയിൽ ഇറക്കുമതിയേക്കാൾ മുൻപിലെത്തുകയും ചെയ്യും എന്ന് ബാലഗോപാൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ഇൻഡസ്ട്രികളെ കൂടുതൽ
ഉത്തേജനം നൽകി അവരെ കൊണ്ട് 1 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി, അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. എത്രമാത്രം യാഥാർത്ഥ്യമാകും? അല്ല, എനിക്ക് ബാലഗോപാൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഏതായാലും ബാലഗോപാൽ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. റിസർച്ച് ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റിസർച്ച് ചെയ്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയെന്നുള്ളൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. ഒന്ന്, ബാലഗോപാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ള ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് നിലപാടുകളെയുമാണ് അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കോപ്പി ഇവിടെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ആ രീതിയിലേക്ക് നമ്മുടെ ബഡ്ജറ്റിനെ കൊണ്ടുപോകാനുള്ള വിജയകരമായ ശ്രമം എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് വലിയ ഒരു പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള കാര്യങ്ങൾ, PLI പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കോപ്പി ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അത്രമാത്രം കൺവിൻസിംഗ് ആയിട്ട് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ബാലഗോപാലിൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, സ്വകാര്യമായിട്ടൊരു ആരോപണമായിട്ടൊന്നുമല്ല എങ്കിൽ പോലും എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഞാൻ സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകിച്ചും വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ചില പ്രവർത്തനങ്ങളുള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനമായിട്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒരു സ്വകാര്യ ബാങ്കാണ്. ആ സ്വകാര്യ ബാങ്കിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈയിടെ വന്നു. ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാനായി ഈ ബാലഗോപാലിൻ്റെ സഹോദരനാണ് വന്നത്. നല്ല കാര്യം. അപ്പോൾ പെട്ടെന്ന് ഈ സ്വകാര്യവൽക്കരണത്തോടും സ്വകാര്യ മേഖലയോടുമൊക്കെയുള്ള ഈ പ്രിയം പിന്നെ അതും ഒരു പ്രേരകമായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെയോ മറ്റെല്ലാവരും ആരോപിക്കുന്ന പോലെ, പലരും ആരോപിക്കുന്നത് പോലെ ഈ BJPയുമായിട്ടുള്ള ഒരു അന്തർധാരയാണോ ഈ BJP പറയുന്ന കാര്യങ്ങളെല്ലാം PLI പോലെ എല്ലാ കാര്യങ്ങളും കേരള ബഡ്ജറ്റിലേക്ക് കോപ്പി ചെയ്യുന്നത്? ആദ്യമൊക്കെ BJP കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതേ ദിശാബോധമാണ് ഞങ്ങൾക്കുമുള്ളത് എന്ന് വളരെ പരസ്യമായി പറയുന്നു. സ്വകാര്യ പങ്കാളിത്തം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ സ്വകാര്യവൽക്കരണം, വിദേശ സർവകലാശാലകൾ വരുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ അതുപോലെ തന്നെ വിഴിഞ്ഞം പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പ്രോജക്റ്റ് ഹോങ്കോങ്ങിൻ്റെ രീതിയിലാക്കുക, സിംഗപ്പൂരിൻ്റെ രീതിയിലാക്കുക എന്നൊക്കെ പറയുന്നത്, വിഴിഞ്ഞം പോർട്ടിനെ നഖശികാന്തം എതിർത്തിരുന്ന ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ ഈ മാനസാന്തരം ഏതായാലും നല്ലതാണ്. അല്ല, ബാലഗോപാൽ 2 പേജ് എടുത്താണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഭൂപ്രദേശ വികസന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുബായ്, സിംഗപ്പൂർ, ഷാങ്ഹായ് ടൗൺഷിപ്പുകളുടെ മാതൃകയിൽ വിഴിഞ്ഞം തുറമുഖ അനുബന്ധ ഭൂപ്രദേശങ്ങൾ കിഫ്ബി വഴി ഏറ്റെടുക്കും. അതിന് നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത് 5000 കോടി രൂപയാണ്. പ്രാരംഭ ഏറ്റെടുക്കലിനായി 1000 കോടി രൂപ ഇക്കുറി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള ഈ ഭൂപ്രദേശം സർക്കാർ കിഫ്ബി വഴി ഏറ്റെടുത്ത് അവിടെ PPP മോഡലിൽ ദുബായ് അല്ലെങ്കിൽ സിംഗപ്പൂർ സമാനമാക്കും എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അല്ല, ഏതായാലും എനിക്ക് തോന്നുന്ന ബഡ്ജറ്റ് ഞാൻ കേട്ടിടത്തോളം ഭാഗം കുറച്ച് നേരം ബോറടിച്ച് തിരിഞ്ഞു പോയി എങ്കിൽ പോലും കേട്ടിടത്തോളം ഭാഗം കിബി എന്നുള്ള വാക്ക് കാര്യമായിട്ടെങ്ങും കേട്ടില്ല. അല്ല, മറ്റുള്ള അല്ല കിബിയെ പറ്റി പറയുമ്പോൾ അതെ, ഏതായാലും കിബിയെ ഉയർത്തി കാണിച്ചില്ല എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് ഇത് ലാൻഡ് പൂളിംഗ് എന്ന സംവിധാനമാണ് പറയുന്നത്. പണ്ട് നമ്മുടെ ഫാരിസ് അബൂബക്കറിന്റെ പ്രോജക്റ്റ് ആണ് ലാൻഡ് ബാങ്കിങ്, ലാൻഡ് പൂളിംഗ്. അപ്പൊ 5000 കോടി രൂപ മുടക്കി ഈ ഭൂമി മോഡൽ. അല്ല, നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ എനിക്ക് ബാലഗോപാലിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഏതായാലും ബാലഗോപാലിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാലഗോപാലിന്റെ ഒരു ഇന്റഗ്രിറ്റിയെ ഒന്നും ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ബഡ്ജറ്റ് ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി വായിക്കുന്നുവെങ്കിൽ പോലും ധനകാര്യ വകുപ്പ് മന്ത്രി മാത്രമല്ല അതിന് പിന്നിലുള്ളതിന് ശക്തമായ ഒരു പാർട്ടി അതിന് പിന്നിലുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, പലരും ഉണ്ടല്ലോ അതിന് പിന്നിൽ. പക്ഷേ ബാലഗോപാൽ ഏതായാലും കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, സ്വയമാൻ പറഞ്ഞു 1,20,000 കോടി രൂപയുടെ 24,000 കോടി രൂപയുടെ വസ്തുക്കൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു, ഉപഭോക്തൃ വസ്തുക്കൾ എന്ന് പറയുന്നു. അത് എന്താണ് കാണിക്കുന്നത്? ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? കേരള ആഭ്യന്തര ഉൽപാദന കാര്യത്തിൽ വലിയ പരാജയമാണ്, നമ്മൾ കാര്യക്ഷമമല്ല എന്നാണ് അത് കാണിക്കുന്നത്.
കേരളത്തിൽ ഈ സാധനങ്ങളെല്ലാം ഇറക്കുമതി ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇവിടെ കൂടുതൽ, ഉൽപ്പാദന ചെലവ് ഇവിടെ കൂടുതലാണ്, ഇവിടെ കാര്യക്ഷമതയില്ല, ഇവിടെ ലേബർ കോസ്റ്റ് കൂടുതലാണ്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മോശമാണ്. ഇപ്പം ഉദാഹരണമായിട്ട് ഈ കേരളത്തെ സംബന്ധിച്ച് എല്ലായിടത്തും വൈദ്യുതിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ന്യായമായ വിലയിലെ ഊർജ്ജം കിട്ടുക എന്നുള്ളതാണ്. അത് വൈദ്യുതി ആണെങ്കിലും ഓയിലാണെങ്കിലും പെട്രോളിയം പ്രോഡക്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും അതിനെ നേരിടാൻ വേണ്ടി ലോകം മുഴുവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർഗ്ഗം, പ്രത്യേകിച്ച് ഇന്ത്യക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോളാർ പവറാണ്. ഏറ്റവും കാര്യം ഇപ്പോൾ സോളാർ പവർ ഇപ്പോൾ ബഡ്ജറ്റിൽ കാണുന്നു. സോളാർ പവറിൻ്റെ സ്വന്തമായി സോളാർ പവർ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ മേൽ കൂടുതൽ തീരുവ ഈടാക്കുമെന്നാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതിൻ്റെ നേരെ വിപരീതം. കേന്ദ്ര ഗവൺമെൻറ് സോളാർ പവറിനെ പ്രോത്സാഹിപ്പിക്കുന്നു. തമിഴ്നാട് വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്നു. രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ വലിയ മുന്നേറ്റം നടത്തുന്നു. കേരളവും വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരെ പുറകോട്ട് വലിക്കുകയാണ് പുതിയ തീരുവ. ഇപ്പോൾ സോളാർ പാനലുകൾ വീട്ടിൽ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്ന പല ആളുകളുമായിട്ട് ഞാൻ ഈയിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും അടി വരും, അത് അറിഞ്ഞിട്ട് മതി നമുക്ക് സോളാർ ഏർപ്പെടുത്താൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് വന്നു കഴിഞ്ഞു. ഇരുട്ടടിയാണ് ഈ ചെയ്യുന്നത്. കിഫ്ബിയുടെ കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു നയം മാറ്റം ഇവിടെ പ്രകടമാണ്. കിഫ്ബിയെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ബഡ്ജറ്റിൽ. ഒരു ഉദാഹരണത്തിന് തുറമുഖത്തിന് ചുറ്റുമുള്ള വിഴിഞ്ഞം തുറമുഖത്തിന് ചുറ്റുമുള്ള ഭൂപ്രദേശം അക്വയർ ചെയ്യുക, വ്യവസായ പാർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി, EV ബാറ്ററി നിർമ്മിക്കാനുള്ള ഭൂമി, ഇതിൻ്റെയൊക്കെ ഒരു ലാൻഡ് അക്വിസിഷൻ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ചെറിയ തുകകൾ 20 കോടി 10 കോടി വെച്ച് കിഫ്ബിയെ ഏൽപ്പിക്കുന്നു. പിന്നീട് PPP മോഡലിൽ വ്യവസായ ലോകത്തെ അതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് ലോങ് ടേം ലീസ് എമൗണ്ട് വാങ്ങി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായി കിഫ്ബി ഇപ്പോൾ മാറുകയാണ്. ആ പ്രോജക്റ്റുകൾ മാത്രമേ ഈ ബഡ്ജറ്റിൽ കിഫ്ബിക്ക് കൊടുത്തിട്ടുള്ളൂ. അല്ല, EV ബാറ്ററി പ്രോജക്റ്റ് കേരളത്തിൽ ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് തലയ്ക്ക് വിളിയുള്ള ആരെങ്കിലും അത് വിശ്വസിക്കുമെന്ന് കരുതില്ല. ഒരു ടോർച്ചിൻ്റെ ബാറ്ററി നിർമ്മിക്കാൻ പോലും നമുക്ക് കഴിയുമെന്ന്. പണ്ടൊരു ബാറ്ററി നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി നമുക്ക് കൊച്ചിയിലുണ്ടായിരുന്നു, തോഷിബ ആനന്ദ്. അവരെ തല്ലി ഓടിച്ച് ആളുകളാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ EV ബാറ്ററിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ EV ബാറ്ററി നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെയുള്ള വൻ മുടക്ക് മുതൽ വേണ്ട ടെക്നോളജി വേണ്ട ഒരു സംവിധാനമാണ്. അത് അനുദിന മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ എമർജിങ് ടെക്നോളജിയാണ്, വേൾഡ് വൈഡ് കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ്. ഇന്ന് ചൈനയ്ക്ക് അതിനകത്ത് അപ്പർ ഹാൻഡ് ഉണ്ട്. ചൈനയോട് കോമ്പീറ്റ് ചെയ്യുവാൻ വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കുളത്തിൽ കിടക്കുന്ന തവള സ്വപ്നം കാണുന്ന പോലെയൊക്കെയുള്ള അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആ ബഡ്ജറ്റിൻ്റെ ആ ഒരു ഗൗരവ ബുദ്ധി തന്നെ അത് കളയും. EV ഫാക്ടറി തുടങ്ങുന്നു, ഹോങ്കോങ്ങിനെ പോലെ വിഴിഞ്ഞത്തെ ആക്കും എന്നൊക്കെ പറയുന്നത് ഇതൊരു മാതിരി ആളുകളെ കളിയാക്കുന്ന അതാണ് ആ പ്രസ്താവന. പണ്ട് ലണ്ടനിലും യൂറോപ്പിലൊക്കെ പോയി തിരിച്ചു വന്ന പിണറായി വിജയൻ അന്ന് വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് ബഡ്ജറ്റിൽ മറ്റൊരു പ്രഖ്യാപനമുണ്ട്. സിലിക്കൺ വാലി അടക്കമുള്ള സാങ്കേതിക സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സിലിക്കൺ വാലി മാത്രമല്ല, വിദേശങ്ങളിലെ സർവകലാശാലകളിൽ ഗവേഷണത്തിനായി പോകുന്ന, അവിടെ ഉപരിപഠനത്തിനും ഗവേഷണത്തിനുമായി പോകുന്ന ഏകദേശം 200ഓളം സർവകലാശാലകൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഹ്രസ്വകാല ഗവേഷണ അസൈൻമെൻറ്റുകൾക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ ചെലവ്, പഠന ചെലവ്, അവരുടെ യാത്രാ ചെലവ് അത് സംസ്ഥാന സർക്കാർ വഹിക്കും എന്ന പ്രഖ്യാപനമാണ്. അത് വലിയൊരു പ്രഖ്യാപനമല്ലേ? സംസ്ഥാന സർക്കാർ നല്ല ആഗ്രഹമാണ്, നല്ല പ്രഖ്യാപനം. എങ്ങനെ സംസ്ഥാന സർക്കാർ വഹിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇതിന് പണം കൊണ്ടുവരുന്നത്? സർക്കാർ വഹിക്കും എന്ന് പറയുന്നത് അതല്ല. അതേപ്പറ്റി പഠനം നടത്തുവാൻ വേണ്ടി ഒരു വിദഗ്ധ സംഘത്തെയോ മന്ത്രിമാരെയോ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളോ അത് നടക്കും. ദോഷൈക ദൃക്കൾ അങ്ങനെ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല. അതേപ്പറ്റി പഠിക്കുവാൻ വേണ്ടി ഇപ്പം ഞാൻ ഈ വിദേശ സർവകലാശാലകളെ പറ്റി പറയുമ്പോൾ ഞാൻ ചില വിദേശ സർവകലാശാലകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ ഒരു നിലവാരവും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുട്ടികൾ വരുമെന്നും ഒക്കെ പറയുന്നത് വിദേശ സർവകലാശാലയിൽ പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവിടെ പഠിക്കാൻ കേരള ഗവൺമെൻറ് ഒരു പണവും മുടക്കേണ്ട കാര്യമില്ല. ആ വിദേശ സർവകലാശാലയൊക്കെ മിടുക്കരായ കുട്ടികളെ സ്കോളർഷിപ്പോട് കൂടി അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. അതേ സംബന്ധിച്ചിടത്തോളം 10 കോടി രൂപ മാറ്റി വെച്ചു. 10 കോടി രൂപ പോയി പഠനം നടത്താനുള്ളതാണ്. അതാണ് പഠനം നടത്താനും പിന്നെ ഒരു കൺസൾട്ടൻസി ഫീസ് കൊടുക്കാനും കഴിയുമ്പോഴത്തേക്ക് അത് ആവിയായി പോകാനുള്ളത്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ ബജറ്റിൽ മറ്റൊരു തമാശ ഒളിഞ്ഞു കിടപ്പുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം വളരെ ത്വരിതഗതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുവേണ്ടി ഏകദേശം 1,33,000 കോടി രൂപ
ചെലവഴിച്ചു കഴിഞ്ഞു. പക്ഷേ കേന്ദ്രമാണെന്ന് പറയുന്നില്ല. അതിപ്പോൾ ഈ പറയുമ്പോൾ നമ്മൾ ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ അനുസ്മരിക്കുന്നത് ഈ സന്ദർഭത്തിലൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് ഓർമ്മ വരും അപ്പോൾ ഈ ഇതുപോലെയുള്ള അവകാശവാദങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ. അത്രേ എനിക്കതേപ്പറ്റി പറയാനുള്ളൂ. ഈ ബജറ്റിലൂടെ മൊത്തത്തിലൊന്ന് പോകുമ്പോൾ എന്താണ് അങ്ങയുടെ ഒരു പൊതുവികാരം? അല്ല, ഈ ബഡ്ജറ്റിൽ ഞാൻ ബഡ്ജറ്റ് പ്രസംഗം കണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഇത്ര നിർവികാരമായിട്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെ ഇതായിട്ട് നമുക്ക് വേറൊരു ഉദാഹരണം കാണിക്കാമല്ലോ. ഞാൻ നിർമ്മലാ സീതാരാമൻ്റെ ആരാധകനൊന്നുമല്ല, അവരുടെ നയങ്ങളെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ. പക്ഷേ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക, നിർമ്മലാ സീതാരാമൻ അങ്ങ് പോയിട്ട് BJP ആണല്ലോ നമുക്ക് തൊടാൻ പറ്റാത്ത. KM മാണി ഇപ്പം നമ്മുടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പുണ്യവാളനുമാണ്. അപ്പോൾ KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴുണ്ടായിരുന്ന ആ ഊർജ്ജമുണ്ടല്ലോ, ആ ഒരു ശുഭാപ്തി വിശ്വാസം, അത് തുടങ്ങുന്നത് ബഡ്ജറ്റ് തുടങ്ങി അവസാനിക്കുന്നത് ഇത്ര പെട്ടെന്ന് 1 മണിക്കൂറായോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. ഇതാ ബഡ്ജറ്റ് ഞാൻ കുറച്ചു നേരം കേട്ടിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്യാനുള്ള അറിയാതെ അങ്ങ് വന്നു പോവുകയാണ്. 8 കോടി രൂപ കാർഷിക വികസനത്തിന് വേണ്ടി, 10 കോടി രൂപ. അത് ഞാൻ വീണ്ടും കാണുന്നു. കാർഷിക ഡെവലപ്മെൻറ്റിന് വേണ്ടി 8-10 കോടി വെച്ചിരിക്കുന്നു. അത് തന്നെ വേണ്ട കശുവണ്ടി നവീകരണത്തിന് വേണ്ടി വെച്ച്. ഇങ്ങനെ ഒരേ കശുവണ്ടിയായിട്ട് തിരിച്ചും മറിച്ചോട്ട് വറക്കുകയാണ്. ഇതെന്താണ് കാണിക്കുന്നത്? ഈ ബജറ്റിൻ്റെ 53ാമത്തെ ഖണ്ഡിക ഞാനൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫിൻലൻഡ്, നോർവേ, യുണൈറ്റഡ് കിങ്ഡം, വെയിൽസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശനങ്ങൾ രാജ്യാന്തര ഏജൻസികളുടെയും സംസ്ഥാനത്തെ നിക്ഷേപകരുടെയും താൽപ്പര്യം വർദ്ധിപ്പിച്ചു. ഈ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം, വ്യവസായം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, സംരംഭകത്വം, ദുരന്ത നിവാരണം, മത്സ്യബന്ധനം, ടൂറിസം എന്നീ മേഖലകളിലെ വിദഗ്ധരുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തി. രാജ്യങ്ങളിലെ വിവിധ സാങ്കേതിക സ്ഥാപനങ്ങളുമായി ചേർന്ന് അക്കാദമിക് എക്സ്ചേഞ്ചുകൾ, സഹകരണ ഗവേഷണങ്ങൾ, പഠനങ്ങൾ എന്നിവ ആരംഭിക്കാനും ഈ മേഖലകളിൽ കേരളത്തിന് അനുയോജ്യമായ ചില മികച്ച രീതികൾ സ്വീകരിക്കാനും ചർച്ചയിൽ തീരുമാനിച്ചു. പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ മോണിറ്ററിംഗ് വകുപ്പിന് കീഴിൽ ഈ ആവശ്യത്തിനായി ഒരു കോർപ്പസ് ഫണ്ട് സൃഷ്ടിക്കാൻ 10 കോടി രൂപ അധികമായി നീക്കിവെക്കുന്നു. വീണ്ടും ഇതാ 10 കോടി കളഞ്ഞിരിക്കുന്നത്. ലോകത്തെ രാഷ്ട്രങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതൊക്കെ ഒരു പുതിയ അറിവാണ് ഈ ബഡ്ജറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏതായാലും ഈ ലോകത്തെ പ്രമുഖ സമ്പന്ന രാഷ്ട്രങ്ങളുമായിട്ടെല്ലാം കൂടി ചേർന്ന് 10 കോടി രൂപയ്ക്ക് ഒരു വലിയ അതേപ്പറ്റി പഠിക്കാൻ ഒരു കൺസൾട്ടൻസി ശ്രമം. ഇതാണ് അടിക്കാനുള്ള വടി കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ലിസ്റ്റ് വായിച്ചപ്പം കേരളത്തിലെ ഹെൽത്ത് ആരോഗ്യ വകുപ്പിന് വേണ്ടി കൺസൾട്ടൻസി നടക്കുന്ന ഡസൺ കണക്കിന് കമ്പനികളുണ്ട്. കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഇപ്പം ഒരു ഓമനപ്പേരായി മാറിയിരിക്കുകയാണ്. ഈ കൺസൾട്ടൻസി ഇക്കോണമിയാണ് ഈ പഴയ ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു ക്രോണിക് ക്യാപിറ്റലിസം ആണല്ലോ. ഈ ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ചങ്ങാത്ത മുതലാളിത്തത്തിൽ വളരെ അപകടകരമല്ലാതെ വളരെ എളുപ്പത്തിൽ പണം കൈമാറ്റം ചെയ്യുവാനുള്ള ഒരു മാർഗമായി ഈ കൺസൾട്ടൻസി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പണമൊക്കെ 10 കോടി എന്നൊക്കെ പറഞ്ഞാൽ കൺസൾട്ടൻസിക്കുള്ള പണമാണ്. അതൊന്നുമല്ല, പ്രോജക്റ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടി പോയി വരാനും തികയില്ല. ഇവരെല്ലാവരും കൂടെ പോയി കഴിയുമ്പോൾ ഭാര്യ പോകണം, മകള് പോകണം, മകളെ കെട്ടി വേണം, മകളുടെ കൊച്ചു പോകണം. ഇതെല്ലാവരും കൂടെ പോയി വരുമ്പോഴത്തേക്കും അതിന് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പണം. മറ്റൊരു തമാശ, കേരളത്തിൽ ഉടനീളം എയർ സ്ട്രിപ്പുകൾ സ്ഥാപിക്കാൻ PPP മോഡൽ സഹകരണം എന്ന് പറഞ്ഞാൽ ഇനി സ്വകാര്യ വ്യക്തികൾക്ക് ഈ എയർ സ്ട്രിപ്പ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം പത്തനംതിട്ടയിൽ യോഹന്നാൻ രക്ഷപ്പെട്ടു. മറ്റുള്ള സ്ഥലങ്ങളിൽ കൊല്ലം ഒക്കെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും മുതലാളിമാരുടെ സ്ഥലങ്ങൾ കാണും. എന്തായാലും PPP മോഡലിൽ എല്ലാ ജില്ലകളിലും ഇനി എയർ സ്ട്രിപ്പുകൾ. അല്ല, ഇപ്പം എനിക്ക് അതുമായിട്ട് അത്ര ബന്ധപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വാഗതാർഹമായ, അതായത് ഫെയർ വാല്യൂ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടുമെന്നാണോ കുറയുമെന്നാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫെയർ വാല്യൂ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പ്രത്യേകിച്ചും പ്ലാന്റേഷൻ മേഖലയിലും മലബാറിലെ പ്ലാന്റേഷൻ മേഖലയിലുമൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഫെയർ വാല്യൂവിനേക്കാൾ താഴെയാണ് ഭൂമിയുടെ വില. റബ്ബർ തോട്ടങ്ങൾക്കൊക്കെ 40 ലക്ഷം 50 ലക്ഷം രൂപ, 40,000 രൂപ വില, ഒരു സെൻറ്റിന് 40,000 രൂപ വെച്ചിരിക്കുന്നിടത്ത് റബ്ബർ തോട്ടങ്ങളുടെ 20 ലക്ഷം 20,000 25,000 സെൻറ്റിന് വില. അപ്പോൾ ഫെയർ വാല്യൂവിൽ താഴെയാണ് ആക്ച്വലി ഇപ്പോൾ പലയിടത്തും സ്ഥലത്തിൻ്റെ വില. അപ്പോൾ ഫെയർ വാല്യൂ പുനഃപരിശോധിക്കുമെന്ന് പറയുന്നത് ഭൂവുടമകൾക്ക് അല്ലെ ഭൂമി വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു നടപടിയാണോ പ്രതികൂലമായ നടപടിയായിരിക്കുമോ എന്ന് പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടില്ല. അപ്പോൾ ഫെയർ വാല്യൂ പരിശോധിക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോൾ എയർ സ്ട്രിപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട എയർ സ്ട്രിപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഇപ്പോൾ അബാൻഡൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ റബ്ബർ തോട്ടങ്ങളുണ്ട്.
അപ്പം അങ്ങനെയുള്ളിടത്തൊക്കെ ഓരോ എയർ സ്ട്രിപ്പൊക്കെ സ്ഥാപിക്കുന്നത്. പിന്നെ എയർ സ്ട്രിപ്പ് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഹെലികോപ്റ്ററുകൾ വാങ്ങിക്കുക. ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ വേണ്ടി പല ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്ന നിരവധിയായ കമ്പനികളുണ്ട്. അതിലേറ്റവും നല്ല ഹെലികോപ്റ്റർ വാങ്ങിക്കുന്നതിനെ പറ്റി പഠിക്കാൻ വേണ്ടി നമുക്കൊരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു കൺസൾട്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാം. വളരെയേറെ തൊഴിൽ സാധ്യതകളുണ്ടാവും. ഈ കൺസൾട്ടൻസി തന്നെ ഒരു വലിയ തൊഴിൽ സാധ്യത ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. എയർ സ്ട്രിപ്പുകൾ അടിയന്തരമായി കേരളത്തിൽ വേണം. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഹെലികോപ്റ്റർ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇറക്കണമല്ലോ, ആകാശം നിർത്തിയിട്ട് കരക്കിട്ട് താഴോട്ട് ഇറക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ ജില്ലകളിലും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. വളരെ എനിക്ക് വളരെ ഭാവനാപൂർവമായ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ബാലഗോപാല് വളരെയേറെ ഗവേഷണം നടത്തിയിട്ടുണ്ട്, റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഡെവലപ്മെന്റ് തന്നെ നമുക്ക് വരാനുള്ള ഒരു അതെ. ഈ ബജറ്റിലും മുഖ്യമന്ത്രിയെ വീണ്ടും സൂര്യനായി ചിത്രീകരിച്ചിട്ടുണ്ട്. സൂര്യനാണല്ലോ. സൂര്യന് ഈ കായംകുളം വാൾ പോലെയാണല്ലോ സൂര്യന്റെ കാര്യം എന്ന് പറയുന്നത്. ഈ സൂര്യകിരണങ്ങളേറ്റ് കരിഞ്ഞു പോവുകയാണോ വളരുകയാണോ ചെയ്യുന്നത് എന്നുള്ളത്. സൂര്യകിരണങ്ങള് ഭൂമിയിലേക്കുള്ള ലാൻഡിങ്, അതിന് എല്ലാ ജില്ലകളിലും ഇനി എയർ സ്ട്രിപ്പുകൾ വരും. ഏതായാലും ഈ ബഡ്ജറ്റ് ഒരു സംഭവമാണ്, അത് പറയാതിരിക്കാനാവില്ല. അല്ല, സിൽവർ ലൈൻ പദ്ധതിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന്. അല്ല, സിൽവർ ലൈൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ സിൽവർ ലൈൻ പദ്ധതി അനുസരിച്ച് 2025 അടുത്ത വർഷമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 2025 ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഏതായാലും പിന്നെ വേറൊരു കാര്യം, എനിക്കൊന്ന് ബഡ്ജറ്റിൽ പറഞ്ഞതാണോ എന്ന് അറിഞ്ഞുകൂടാ. TV-യിൽ സ്ട്രിപ്പ് ഇങ്ങനെ ട്രോള് ഇത് വരുന്നത് കണ്ടു, എഴുതിപ്പോകുന്നത് കണ്ടു. മന്ത്രിമാരുടെ ദൂർത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നത് ബഡ്ജറ്റിന്റെ ഭൂമത്തിൽ എങ്ങാനും പറഞ്ഞതാണോ എന്ന് അറിഞ്ഞുകൂടാ. അതെന്താണ് ചർച്ച ചെയ്യാനിരിക്കുന്നതെന്ന് ചർച്ച ചെയ്ത് അതിനെപ്പറ്റി എന്താണ് ചർച്ച ചെയ്യാനിരിക്കുന്നതെന്ന്. ഈ ബഡ്ജറ്റിന്റെ ബാക്കി വരവ് ചെലവ് കണക്കുകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരു സാധാരണ കണക്ക് പുസ്തകം എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ല. മദ്യത്തിന് 10 രൂപ ബഡ്ജറ്റിൽ ഒരു ബഡ്ജറ്റ് ഒരു കണക്ക് എന്നതിനപ്പുറം അതിനപ്പുറം ഒരു ഫിലോസഫിയോ അതിനൊരു ദാർശനിക ഒരു കാഴ്ചപ്പാടുകൂടെ. ഞാൻ തമാശയായിട്ടല്ല, അത് ഓരോ ബഡ്ജറ്റിനും ഓരോ കാഴ്ചപ്പാടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ആ കാഴ്ചപ്പാടിൽ എത്രമാത്രം അച്ചീവ് ചെയ്തു, ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നാടിനെ സംബന്ധിച്ചിടത്തോളം ദിശാബോധം നൽകേണ്ട ഒന്നാണ് ബഡ്ജറ്റ്. അതങ്ങനെയാണ് താനും. നമ്മൾ ഏത് ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ കാണാം. അതിനകത്ത് വളരെ പ്രഗത്ഭന്മാരായ മന്ത്രിമാരാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിൽ പ്രതിഫലിക്കും. അതല്ല വെറുതെ ഒരു ഇന്ന് കണ്ട് 3ാം ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ട് ക്ലാസ്സിൽ താമസിച്ച് വന്നതിന് നീ 1ാമത്തെ പാഠം എടുത്ത് 3 പ്രാവശ്യം വായിക്കാൻ പറയുമ്പോൾ അവന് അരസമ്മതത്തോടെ വിസമ്മതത്തോടെ ഇവൻ വായിച്ച് ചടങ്ങ് തീർക്കുന്ന രീതിയിൽ ബഡ്ജറ്റ് വായിക്കുന്നത്, അതൊക്കെ നമ്മൾ വളരെ റെയറായിട്ടേ കാണുള്ളൂ. നമ്മൾ സാധാരണ ഒരു മന്ത്രിസഭയിൽ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി 2ാമത്തെ ആളല്ലെങ്കിൽ പോലും ഈ ഒരു മന്ത്രിസഭയിൽ ഏറ്റവും മുഖ്യമന്ത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമർത്ഥനായ ആൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ധനകാര്യ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു ചടങ്ങിന് വേണ്ടി ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു ബഡ്ജറ്റ് വായിക്കുന്നത് നിയമസഭാ സാമാജികരോടും തൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിമാരോടും ഈ നാടിനോടും ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ്. ഇത് തെറ്റായ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ബഡ്ജറ്റ് പ്രസന്റേഷൻ എന്ന കാര്യത്തെ സംബന്ധിച്ച്. മുൻപ് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റുകളെക്കാളൊക്കെ ദൈർഘ്യമേറിയതാണ് ഈ ബഡ്ജറ്റ്. കാരണം കണക്ക് പുസ്തകത്തിൽ ഓരോ ചെറിയ കണക്കും ഇതിൽ പ്രതിപാദിച്ചാണ് പോയിരിക്കുന്നത്. സാധാരണ ചില ഹെഡ്സുകൾ പറഞ്ഞു പോകുന്നതിന് പകരം ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകളിൽ അത് ടോട്ടലി കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് തന്നെ അല്ല, എനിക്കറിഞ്ഞൂടാ ഈ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളെ പറ്റി ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ. ബാലഗോപാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സാധാരണ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട പഴയ ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ബഡ്ജറ്റ് രഹസ്യങ്ങളൊന്നും പറയണ്ട. എങ്കിൽ പോലും അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ച രീതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു തോമസ് ഐസക്കിൻ്റെയുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടെന്നോ അദ്ദേഹത്തെ ഒരു പഠന വിധേയമാക്കിയിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. തോമസ് ഐസക്ക് ചില സവിശേഷതകളുള്ള ആളാണെങ്കിൽ പോലും തോമസ് ഐസക്കൊക്കെ നാടകീയമായിട്ടൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. തോമസ് ഐസക്ക് ബഡ്ജറ്റ് കൊണ്ട് വരുന്നത് അവതരിപ്പിക്കുന്നതും ഒക്കെ വളരെ ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിമാർ അങ്ങനെയായിരുന്നു. ഹേമചന്ദ്രൻ മുതൽ KM മാണി മുതൽ ഉമ്മൻചാണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ധനകാര്യ വകുപ്പ് മന്ത്രിമാരെന്ന് പറയുന്നത് കേരളത്തിൽ കണ്ടിട്ടുള്ള സമർത്ഥരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. എന്തുകൊണ്ടോ ബാലഗോപാലിൽ നിന്ന്
ബഡ്ജറ്റ് അവതരണത്തിൽ ഇതിനപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. 1,35,418 കോടി റവന്യൂ വരവും 1,59,360 കോടി റവന്യൂ ചെലവും. റവന്യൂ കമ്മി 23,942, പൊതുകടം 28,552. റവന്യൂ കമ്മിയിൽ ഒരു കുറവുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തുടർ നയ സിദ്ധാന്തമാണ് റവന്യൂ കമ്മി കുറച്ചുകൊണ്ട് വരണം എന്നുള്ളത്. പക്ഷേ അതിലേക്ക് കേരളം ഇതുവരെ ഒരു ഇഞ്ച് പോലും ചുവട് വയ്ക്കുന്നില്ല. ബജറ്റ് പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടുമ്പോൾ വിദഗ്ധരിൽ നിന്ന് നമ്മൾ ഇത് ബജറ്റിനെക്കുറിച്ചുള്ള അഭിപ്രായ ശേഖരണം നടത്തുമ്പോൾ വളരെ നിരാശാജനകമാണ്. അത് അല്ല, ഞാൻ സങ്കീർണമായ കണക്കുകളിലേക്ക് പോകുന്നില്ല, സംഖ്യകളിലേക്കും കണക്കുകളിലേക്കും പോകുന്നില്ല. അത് എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി ആശയപരമായി അതിനകത്ത് കാണേണ്ടത് ഒന്ന്, കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി കടമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള സംസ്ഥാനവും കേരളമാണ്. അല്ല, ആ വരുമാനം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കേരളത്തിലേക്ക് അയക്കുന്ന പണവും കൂടെ കണക്കൂട്ടുമ്പോഴല്ല, അതിവിടെ ഉത്പാദനമല്ല. നമ്മുടെ ആളുകൾ കഷ്ടപ്പെട്ട് പോയി അവിടെ പോയി അയർലൻഡിൽ പോയി വാർദ്ധക്യത്തിലുള്ള ആളുകളെ പോയി കുളിപ്പിച്ച് കിടത്തി അവരെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് വരുന്നത്, കാനഡയിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, മറ്റ് ജോലികൾ ചെയ്യുന്ന, ലോകം മുഴുവൻ പോയി അധ്വാനിച്ചിട്ട് ഇങ്ങോട്ട് അയക്കുന്ന പണമാണ് അത്. അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ആരും എടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇനി അതുപോലും നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാനൊക്കില്ല. ഇനിയിപ്പോൾ ആരും പലരും തിരിച്ചു വരും. അവരുടെ സെറ്റിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അവിടെയായി മാറും. ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ അവരുടെ പേരൻസൊക്കെ, വാർദ്ധക്യത്തിലുള്ള പേരൻസൊക്കെ ഉള്ളതുകൊണ്ട് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെയുണ്ട്. ഇപ്പം കേരളത്തിലേക്ക് ഇപ്പം നിക്ഷേപം വരുന്നില്ലല്ലോ. പുതുതായിട്ട് ഇവരാരും വീടുകൾ വാങ്ങിക്കുന്നില്ല, സ്ഥലം വാങ്ങിക്കുന്നില്ല, ഫ്ലാറ്റുകൾ വാങ്ങിക്കുന്നില്ല. കേരളത്തിൽ കാര്യമായ ഫിസിക്കൽ അസറ്റ്സിലേക്ക്, ഭൗതിക സമ്പത്തായിട്ടുള്ള ഈ മേഖലയിൽ ഒന്നും നിക്ഷേപം വരുന്നില്ല. പിന്നെ അവരുടെ നിക്ഷേപം ഇപ്പോൾ വരുന്നത്, ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, അവരുടെ സമ്പത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓഹരി വിപണി പോലെയുള്ള കടപ്പത്രങ്ങളിൽ, ഓഹരി വിപണിയിൽ, ബാങ്ക് ഡിപ്പോസിറ്റിൽ, ഇങ്ങനെ ആ മേഖലകളിലാണ് ഇപ്പോൾ ആ നിക്ഷേപങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതൊരു ഉൽപ്പാദനക്ഷമതമായ കേരളത്തിന് അതുകൊണ്ട് വലിയൊരു ബജറ്റിൽ അതേക്കുറിച്ചൊരു വളരെ വിശദമായി ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജനങ്ങൾ അവർ വിദേശങ്ങളിൽ നിന്ന് ആർജിക്കുന്ന പണം ഇവിടെയുള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. അത് കടമായി എടുക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് എന്ന് ഇതിൽ പറയുന്നു. വായ്പയായി സംസ്ഥാന സർക്കാരിന് ഞങ്ങളുടെ ജനത്തിന്റെ പണം സ്വീകരിക്കാൻ അവകാശമുണ്ടെന്നാണ്. അല്ല, വായ്പ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, തിരിച്ചു കൊടുക്കുക, അതിനുവേണ്ടിയാണല്ലോ ബാങ്കുകൾ പണം അവിടെ വെച്ചിരിക്കുന്നത് തന്നെ. ഇപ്പം നല്ല ബാങ്കുകളെല്ലാം കടമെടുക്കാൻ ഇപ്പം നമുക്ക് ബാങ്കുകളൊക്കെ ആയിട്ട് ബന്ധമുള്ളപ്പം നിരവധി ബാങ്കുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ബാങ്ക് മാനേജർമാർ ഇപ്പം നമ്മളെ എൻ്റെ അടുത്ത് സമീപിച്ച് പലവരും ബാങ്ക് മാനേജർമാരും പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത ദിവസവും പറഞ്ഞൊരു ബാങ്ക് മാനേജറെ വിളിച്ച് സംസാരിച്ച്, സാറേ നമ്മളെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യാറില്ല, ബാങ്കിൽ ഒരിക്കലും ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരാളല്ല, ഡിപ്പോസിറ്റ് ചെയ്യാറില്ല, പണമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ ഇപ്പം എൻ്റെ 3-4 അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളെ സഹായിക്കും. സാറേ ഡിപ്പോസിറ്റ് വേണ്ട, നല്ല ലോൺ എടുക്കാനുള്ള 2-3 പാർട്ടികളെ പരിചയപ്പെടുത്തുക. അപ്പോൾ അവർ കഴിഞ്ഞപ്പോൾ 9% ലോൺ എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാണ്? സാറേ നല്ല പാർട്ടി, നല്ല കമ്പനിയാണെങ്കിലും വേണ്ടി നമ്മൾ കമ്പനികൾക്ക് ലോൺ കൊടുക്കുമോ, പാർട്ടിക്ക് കൊടുക്കുക? സാർ ഒരു 9%-നൊക്കെ തരാം. അത് തുടക്കം, ഒരു മാസം കഴിയുമ്പോൾ 10% ആക്കും. അതെ. അല്ല, ഞാൻ പറയുന്നത് നല്ല ബോറോവേഴ്സിനെ തേടി ബാങ്കുകൾ നടക്കാം. അതുകൊണ്ട് കേരള ഗവൺമെന്റ് കടമെടുക്കുന്നതിന് ആരും തടസ്സമല്ലല്ലോ. കടമെടുക്കാൻ വേണ്ടി കിഫ്ബി കമ്പനി രൂപീകരിച്ചു. കമ്പനി രൂപീകരിച്ചു. അതൊക്കെ ഇത് വേറെ ഇപ്പോഴല്ല ചർച്ച ചെയ്യണ്ട. ഞാൻ കിബിയെ പറ്റി പറഞ്ഞില്ലല്ലോ എന്നൊരാശ്വാസം ഞാൻ പറയുക. എന്നാ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ട്രഷറിയിലെ 7%, 8%, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൽ 7%, 8%, അതുപോലെ തന്നെ SBIയിൽ ഉൾപ്പെടെയുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ 8%-ൽ താഴെ പലിശയുള്ള സമയത്താണ് കിബി ലണ്ടൻ മാർക്കറ്റിൽ പോയി 9.7% പണം കടമെടുക്കുകയും അതിന് കൺസൾട്ടൻസി ഫീസ് വേറെ കൊടുക്കുകയും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റ് ചെയ്ത് ഒരാളാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിനുവേണ്ടി എത്രമാത്രം കോസ്റ്റ് ഉണ്ടായി. അപ്പം ഈ കിബി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ പോലും ദൂരെ നിന്ന് പോലും തുടരുന്നാത്ത കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ബജറ്റിൻ്റെ ഉള്ളറകളിലേക്ക് പ്രൊഫസർ ജോസ് ടി പാമ്പയ്ക്കൻ വളരെ വിശദമായി കടന്നു. കേരള ബജറ്റ് ഒറ്റ വാക്കിൽ തീർത്തും നിരാശാജനകമാണ്. വളരെ നന്ദി, നമസ്കാരം.